അസം ഗവൺമെന്റ് പൊതുസ്ഥലങ്ങളിൽ ബീഫ് കഴിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയതിനെതിരെ ക്രൈസ്തവ നേതാക്കൾ ഓരോ വ്യക്തിക്കും അവന്റെ ഇഷ്ടമനുസരിച്ച് ഭക്ഷിക്കുവാനുള്ള അവകാശത്തെ ഹനിക്കുന്നതാണ് ഇത്തരം തീരുമാനമെന്ന് അസമിലെ ഡിമാ ഹസോവയിലെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പ്രസിഡന്റ് റവറൻ ഡി.സി. ഹയ്യ ഡാർനെയി പ്രതികരിച്ചു. ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപേ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കേണ്ടതായിരുന്നു. ഇവിടുത്തെ അനേകം ട്രൈബൽ കമ്മ്യൂണിറ്റികളുടെയും മുഖ്യ ആഹാരം ബീഫാണ്. മാത്രമല്ല അത് എളുപ്പത്തിൽ ലഭ്യവുമാണ്. ഇനി അതിനെന്താണ് പകരം കഴിക്കുക എന്നും അദ്ദേഹം ചോദിച്ചു. ബീഫ് നിരോധനത്തെക്കുറിച്ചുള്ള ഉത്തരവ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷമാണ് അനൗൺസ് ചെയ്തത്. നിലവിലുള്ള ക്യാറ്റിൽ പ്രിസർവേഷൻ ആക്ട് ഭേദഗതി ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ഹിന്ദു ഭൂരിപക്ഷമുള്ള അസമിൽ ബീഫ് നിരോധിക്കുന്നതിനുള്ള പുതിയ പ്രൊവിഷൻസ് എഴുതി ചേർക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ബീഫ് റെസ്റ്റോറൻറ്റുകളിലും പൊതുപരിപാടികളിലും സെർവ് ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. അസമിലെ 31 ദശലക്ഷം വരുന്ന ജനസംഖ്യയിൽ ക്രൈസ്തവർ 3.74%. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മിസോറാം, നാഗാലാൻഡ്, മേഘാലയ എന്നിവിടങ്ങളിൽ ബീഫ് വളരെ സുലഭമാണ്.